എൻ്റെ ഒരു സുഹൃത്തുണ്ട്, നല്ല മനുഷ്യൻ, കൂളായിട്ടുള്ളൊരു മനുഷ്യൻ. പക്ഷേ ഈ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അയാളുടെ മുഖഭാവമൊക്കെ മാറും, വലിഞ്ഞു മുറുകും, ഹോണടിക്കും, സൈഡ് കൊടുക്കില്ല, സിഗ്സാഗായിട്ട് ഇങ്ങനെ വണ്ടി ഓടിക്കും. ഒയ്യോ, പുള്ളിയുടെ വണ്ടിയിൽ ഇരിക്കുക എന്ന് പറയുന്നത് ഒരു പേടി ഉണ്ടാക്കുന്നൊരു സംഭവം. ഇങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങളുടെ വാഹനത്തിൻ്റെ മുമ്പിലൂടെ സിഗ്സാഗ് ഓടിക്കുക, പിന്നിൽ വന്നിട്ട് ഹോൺ അടിക്കുക, തിക്ക് തിരക്ക് തിരുവാതിര നടത്തുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? എത്ര അപകടകരമായി മനുഷ്യൻ എങ്ങനെയാണ് മാറുന്നത്? നമുക്കതിൻ്റെ സൈക്കോളജി ഇന്ന് നോക്കാം. ഇതേ എൻ്റെ ആ സുഹൃത്തിൻ്റെ പ്രശ്നമല്ല. ശ്രദ്ധിക്കണേ, ഈ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് മൾട്ടി ടാസ്ക്കാണ്. നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് ഊർജം ചെലവ് ചെയ്യേണ്ട, ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തിനെ പറയുന്ന പേരാണ് മൾട്ടി ടാസ്ക്. മൾട്ടി ടാസ്ക് എപ്പോഴും നമ്മുടെ ബ്രെയിനിൽ സ്ട്രെസ് ഉണ്ടാക്കും. സ്ട്രെസ് ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ഈഗോ പ്രൊട്ടക്ഷൻ ഫോമിലേക്ക് നമ്മൾ മാറും. സ്ട്രെസ് ഹോർമോൺ നമ്മുടെ ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് നമ്മൾ ഷോർട്ട് ടെമ്പേർഡായിട്ട് മാറും. നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ ചേഞ്ച് വരികയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം യുദ്ധസമാനമായിട്ട് മാറും. നമ്മുടെ മനസ്സും ശരീരവും യുദ്ധസമാനമായിട്ട് മാറുമ്പോൾ ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ കാണാത്തൊരു വ്യക്തി ഇനി ജീവിതത്തിൽ അയാളെ കാണാനും പോകുന്നില്ല. ആ വ്യക്തിയോട് നമ്മൾ റോഡിൻ്റെ ഈ സീറ്റിലിരുന്ന് ശണ്ട കൂടാൻ നിൽക്കും, ഹോണടിച്ച് ബഹളം വെച്ച് സൈഡ് കൊടുക്കാതെ പ്രശ്നം ഉണ്ടാക്കുന്നു. ഇതിന് കാരണം ഡ്രൈവിംഗ് സീറ്റിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കുക. നമ്മൾ എപ്പോഴാണോ ഡ്രൈവിംഗ് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ സ്ട്രെസ് ഹോർമോൺ ഉണ്ടാവുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. നമുക്കതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? സ്ട്രെസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഈ കരുണയില്ലേ, ദയയില്ലേ, മറ്റുള്ളവരോട് ബഹുമാനമില്ലേ, അതൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് റോഡിലൂടെ സീബ്ര ലൈനിലൂടെ കടക്കുന്ന 80 വയസ്സായ ആളെ എവിടേക്കാ കാർന്നവരെ പോണ്, എവിടേക്കാ തള്ളേ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും മോശമായി പെരുമാറുന്നത്. ഈ സ്ട്രെസ് ഹോർമോൺ അത്രമേൽ നമ്മുടെ ഉള്ളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇത് നമ്മൾ ബോധപൂർവം ചെയ്യുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഈ സ്ട്രെസ് ഹോർമോൺ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പമ്പ് ചെയ്ത് വരുമ്പോൾ നമ്മൾ അറിയാതെ അപകടങ്ങളിൽ ചെന്ന് ചാടും. നമ്മുടെ സ്വഭാവത്തിൽ തന്നെ മാറും. ഈ സ്വഭാവത്തിന് നമ്മൾ ബോധപൂർവം ശ്രദ്ധിക്കുക. നമുക്ക് ഒരു ഇൻറ്റൻഷൻ ഉണ്ടാവണം. ഞാൻ ഈ സീറ്റിലിരിക്കുമ്പോൾ ശാന്തമായി പുഞ്ചിരിയോടെ സൗമ്യമായി ഡ്രൈവ് ചെയ്യും. എതിരെ വരുന്ന ആൾ എതിരാളിയല്ല, മറിച്ച് അയാളും മനുഷ്യകുലത്തിൽപ്പെട്ട ഒരാളാണെന്നുള്ള ബഹുമാനം കൊടുത്തുകൊണ്ട് എനിക്ക് ഓടിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് സുന്ദരമായ ഒരു അനുഭവമാകും. അതൊരു ജനാധിപത്യ രീതിയിലുള്ള അനുഭവമാകും. നമ്മുടെ ഉള്ളിൽ കരുണയും ദയയും ആ യാത്ര കഴിഞ്ഞ് വരുമ്പോഴേ നമുക്ക് വല്ലാത്തൊരു സുഖം തോന്നും. അതിനുള്ള കുറച്ച് ടെക്നിക്ക് നമുക്ക് ചർച്ച ചെയ്യാം. എല്ലാ മനുഷ്യരും അംഗീകാരം അല്ലെങ്കിൽ റെക്കഗ്നേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ മറ്റുള്ളവർക്ക് റെക്കഗ്നേഷൻ കൊടുക്കാനുള്ള കഴിവില്ലേ, അത് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുപോകാം. ഈ റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇറ്റ്സ് മൈ ഡാഡ് റോഡ് എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റി. അവനും അവൻ്റെ വീട്ടുകാരും കൂടി ഇന്ത്യൻ സർക്കാരിലേക്ക് കൊടുക്കുന്ന പണം കൊണ്ട് ഉണ്ടാക്കിയ റോഡാണിത്. അതുകൊണ്ട് നമ്മൾക്ക് ഒരു ഈ സീറ്റ് ബെൽറ്റ് ഇല്ലേ, ഈ സീറ്റ് ബെൽറ്റ് ഇങ്ങനെ വലിച്ചിങ്ങനെ ഇടുന്ന സമയത്ത്, അല്ലെങ്കിൽ ബൈക്കിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ആ ലോക്ക് തിരിക്കുന്ന സമയത്ത് തന്നെ മുഖത്തൊരു പുഞ്ചിരി, ഒരു പുഞ്ചിരി കൊണ്ടുപോകാം. അങ്ങനെ നമ്മളൊന്ന് പുഞ്ചിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ ഹാപ്പി കെമിക്കൽസ് ഉണ്ടാവും. നമ്മുടെ ബ്രെയിനിൽ ഹാപ്പി കെമിക്കൽ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സ്ട്രെസ് ഇങ്ങനെ കുറയും. സ്ട്രെസ് കുറഞ്ഞു കഴിഞ്ഞാൽ യാത്ര നമുക്ക് സുഗമമായിട്ട് തോന്നും. എതിരെ വരുന്ന ആ ഡ്രൈവറെ ഒന്ന് അംഗീകരിക്കാൻ പഠിക്കും. അങ്ങനെ ആ എതിരെ വരുന്ന ഡ്രൈവറോട് നമ്മൾ പോസിറ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് പോസിറ്റീവ് റോഡ് സ്ട്രോക്സ്. ട്രാൻസാക്ഷൻ അനാലിസിസിൽ നിന്നും എടുത്തിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അങ്ങനെ ഒരു സൈക്കോളജിയിലെ ശാഖയുണ്ട്, ട്രാൻസാക്ഷൻ അനാലിസിസ്. അതിൽ നിന്ന് എടുത്തേക്കുന്ന സാധനമാണ് പോസിറ്റീവ് റോഡ് സ്ട്രോക്സ്. ഒന്ന് പറഞ്ഞു പഠിച്ചാൽ പോസിറ്റീവ് റോഡ് സ്ട്രോക്ക്. ഇതെന്താ സംഭവം എന്നറിയോ? ഞാനിങ്ങനെ വരികയാണ്, ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന ഡ്രൈവർ, അവിടെ വഴി വളരെ ചെറുതാണ്, അയാൾ വണ്ടി നിർത്തിയിട്ട് എനിക്ക് സൈഡ് തരുമ്പോൾ ഞാൻ അയാളുടെ മുഖത്ത് നോക്കിയിട്ട് ഓക്കെ താങ്ക് യു
അല്ലെങ്കിൽ അയാളോട് ഒന്ന് പുഞ്ചിരിച്ചു, അല്ലെങ്കിൽ ഒന്ന് തലയാട്ടുമ്പോൾ അയാൾക്ക് യെസ്, ഞാൻ അയാൾക്ക് വേണ്ടി ഒരു ത്യാഗം ചെയ്തു, പക്ഷെ അയാൾ എന്നെ റെക്കഗ്നൈസ് ചെയ്തു, എനിക്കൊരു അംഗീകാരം തന്നു. നമുക്ക് ചെയ്യാൻ പറ്റുന്നല്ലേ? ഒരു സ്മൈല് കൊടുക്കാൻ നമുക്ക് പറ്റൂടെ? സൈഡ് തന്നവനോട് സ്മൈല്, നിർത്തി തന്നവനോട് ഒരു സ്മൈല്, നമുക്ക് പോകാനായിട്ട് വഴി തന്നവനോട് ഒരു സ്മൈല്. ഇതൊക്കെ പോസിറ്റീവ് സൈക്കോളജിക്കൽ സ്ട്രോക്കാണ്. തലയൊന്നാട്ടി, യെസ്, തലയൊന്നാട്ടി അല്ലേ? കൈകൊണ്ട് ഒന്ന് വേവ് ചെയ്തു. ഞാൻ ആരും എനിക്ക് സൈഡ് തന്നു കഴിഞ്ഞാലും ഞാൻ കൈ ഉയർത്തിയിട്ട് അവന് താങ്ക് യു പറയും. ചില ആൾക്കാർ എന്താ ഇയാളിങ്ങനെ, ചില ആൾക്കാർക്ക് അവരുടെ മുഖത്ത് അപ്പോൾ സന്തോഷം തെളിയുന്നത് കാണാം. അപ്പം നമ്മളെ ആയാലും നമ്മളൊരു നല്ല കാര്യം ചെയ്തിട്ട് താങ്ക് യു പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു അനുഭൂതി ഇല്ലേ? അങ്ങനെ നമ്മൾ താങ്ക് യു പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ റോഡിൽ നമ്മൾ ഈ താങ്ക് യു കൊടുക്കുന്ന ആൾക്കാരില്ലേ, അവരടുത്ത ആളോട് പറയും. ഇതിങ്ങനെ പടർന്ന് വ്യാപിക്കും. അപ്പം നമ്മളിലൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ റോഡിൽ തന്നെ മാറ്റം വരും. ചില വഴികളിലൂടെ പോകുന്ന സമയത്ത് വീതി കുറവായിരിക്കും, പക്ഷെ ആ ഒരു ബസ് ഡ്രൈവർ നമുക്ക് വണ്ടി ഒതുക്കി നമുക്ക് പോകാൻ വഴി കൊടുത്തു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ ഡ്രൈവറുടെ ആ പൊസിഷൻ അങ്ങോട്ട് കിടക്കുന്ന സമയത്ത് ഒന്ന് ഹോൺ അടിക്കും, കിക്ക് കിക്ക് കൊണ്ടൊന്ന് ഹോൺ അടിക്കും. ഹോൺ അടിച്ചിട്ട് ഞാൻ അതിൻ്റെ ഹസാർഡ് ലൈറ്റ് ഒന്ന് ഇടും. അത് കഴിഞ്ഞ് ഞാൻ കൈ ഇവിടെ ഇങ്ങനെ ഒന്ന് കാണിക്കും. ഒരു പക്ഷേ എൻ്റെ ചില്ലിക്കോട്ടെ ഡ്രൈവർക്ക് കാണാം, അഥവാ ഞാൻ ഹോൺ അടിച്ചു, താങ്കൾ എനിക്ക് സൈഡ് തന്നതിന് നന്ദി അറിയിച്ചു, ഞാൻ ഹസാർഡ് ലൈറ്റ് ഇട്ട് കാണിച്ചു, അവനും ഹാപ്പി, ഞാനും ഹാപ്പി. എത്ര സുന്ദരമായിട്ടാണ് ആ ഡ്രൈവർ ഇനി പല ആൾക്കാർക്കും സൈഡ് കൊടുക്കും. അതുപോലെ തന്നെ മറ്റൊരു അപകടകരമായ സങ്കടകരമായ കാര്യമാണ് ഈ സീബ്ര ലൈൻ എന്ന് പറയുന്നത്. റോഡിൽ ഏറ്റവും കൂടുതൽ അവകാശമുള്ള ആൾക്കാർ കാൽനടക്കാരാണ്. അവർക്ക് വേണ്ടി നിർത്തി കൊടുക്കണം. അവർക്ക് പലരും വയ്യാത്ത ആൾക്കാരായിരിക്കും, അവർ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ബഹുമാനം കാണിക്കണം. ഞാൻ ചെയ്യാറ്, വയസ്സായിട്ട് നടക്കാൻ പറ്റാതെ നടക്കുമ്പോൾ കൈ പിടിച്ച് നടന്ന എൻ്റെ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. ഒരാൾ റോഡിൽ കൂടെ നടക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിലേക്ക് എൻ്റെ മുത്തശ്ശിയെ കൊണ്ടുവരും. അവർക്ക് ഞങ്ങൾ എത്രയും കരുണയും ദയ കൊടുത്തായിരുന്നേ, അതുപോലെ ഒരു കാലത്ത് നമ്മളും അതുപോലെയാവും. അപ്പം നമുക്ക് അവരോട് കരുണാപരമായി പെരുമാറാൻ പറ്റണം. ആ മറ്റൊരാൾ കടന്നു പോകുമ്പോൾ അവർ ചിലപ്പോൾ ഇങ്ങനെ ശങ്കിച്ച് നിൽക്കുമ്പോൾ നമുക്ക് വണ്ടി നിർത്തിയിട്ട് കടന്നു പൊക്കോളൂ എന്ന് കൈകൊണ്ട് വളരെ വളരെ ബഹുമാനപൂർവ്വം സ്നേഹത്തോടെ ഇങ്ങനെ പൊക്കോളൂ, നിങ്ങൾ കടന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് കൈ ഇങ്ങനെ കാണിച്ച് നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷമല്ലേ നമ്മുടെ. അതുപോലെ തന്നെ തെറ്റ് പറ്റി കഴിഞ്ഞാൽ സോറി കേട്ടോ, സോറി ക്ഷമിക്കണം എന്ന് ഇത് നമ്മൾ പറയുമ്പോൾ അവൻ്റെ കണ്ണിലേക്കൊന്ന് നോക്കുമ്പോൾ, ഇങ്ങനെ നമുക്കൊന്ന് അവൻ്റെ കണ്ണിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കുന്ന സമയത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്, ഒരു പുഞ്ചിരിയിലൂടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അവൻ്റെ ഉള്ളിലേക്ക് ഒരു വേവ്, സ്നേഹത്തിൻ്റെ വേവ്, അഭിമാനത്തിൻ്റെ ഒരു വേവ്, ആത്മവിശ്വാസത്തിൻ്റെ വേവ് ഉണ്ടാവുന്നുണ്ട്. അപ്പം ഉണ്ടല്ലോ നമ്മുടെ സ്ട്രെസ് ലെവൽ ഇങ്ങനെ കുറയും. ഈ അഗ്രസീവായിട്ട് ഹോൺ അടിക്കിച്ച് ബഹളം വെച്ച് അതെല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ. ഈ ബഹളം ഉണ്ടാക്കുക, ഹോൺ അടിക്കുക, അവൻ്റെ പിന്നാലെ പോയി ശല്യം ചെയ്യുക, എല്ലാവർക്കും പറ്റും. ശാന്തതയോടെ റോഡിലൂടെ ഓടിക്കുമ്പോഴാണ് നിങ്ങൾ ബെസ്റ്റ് ഡ്രൈവർ ആവുന്നത്. ഈ സൈക്കോളജി നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എതിരെ വരുന്നവർക്ക് ബഹുമാനം കൊടുക്കാതെ, അല്ലെങ്കിൽ പിന്നിൽ വരുന്നവർക്ക് മുമ്പിൽ വരുന്നവർക്ക് ബഹുമാനം കൊടുക്കാതെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ, ഹോൺ അടിക്കുമ്പോൾ, തിക്കുനിരക്ക് ഉണ്ടാക്കുമ്പോൾ, സിഗ്സാഗ് ഓടിക്കുമ്പോൾ അവരെ ശല്യം ചെയ്യുമ്പോൾ എന്തുണ്ടാവുമെന്നറിയോ? അവർ ഫൈറ്റ് മോഡിലേക്ക് പോകും. ശ്രദ്ധിക്കുക, പെട്ടെന്ന് തന്നെ അവരുടെ ബ്രെയിനിൽ അമിഗ്ഡാല എന്ന് പറഞ്ഞ ഒരു ഭാഗം ആക്റ്റീവ് ആവും. നമ്മൾ പലരും ഓടിക്കുമ്പോൾ അത് തന്നെയാണ് ഉണ്ടാവുന്നത്. നമ്മുടെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ഉണ്ട്, ശാന്തമായി ഓടിക്കുന്ന ഏരിയ ആണ് കേട്ടോ. അതിന് പകരം നമ്മളെ ഫൈറ്റ് ചെയ്യുന്ന, ഫ്ലൈ ചെയ്യിപ്പിക്കുന്ന, അസ്വസ്ഥത ഉണ്ടാക്കുന്ന ആ അമിഗ്ഡാലയിലേക്ക് അവർ സ്വിച്ച് ഓഫ് ചെയ്യും, നമ്മളും സ്വിച്ച് ഓഫ് ചെയ്യും. അപ്പം എന്തുണ്ടാവും? നമ്മൾ അതിലേക്ക് മാറി എന്തുണ്ടാവും? ഫൈറ്റ് ചെയ്യുന്ന മോഡാവും. അതുകൊണ്ടാണ് റോഡിൽ നടക്കുന്ന അപകടം. റോഡിൽ നടക്കുന്ന ബഹുഭൂരിപക്ഷം അപകടങ്ങൾ ഈ വാഹനങ്ങളുടെ കൺട്രോൾ പോയിട്ടൊന്നല്ല, ഈ ഫൈറ്റ് മോഡിലേക്ക് പോയിട്ട് നമ്മുടെ ഉള്ളിൽ സ്ട്രെസ് ഹോർമോൺ ഉണ്ടായിട്ടാണ്. അതുകൊണ്ട് ഈ സീറ്റിലിരിക്കുമ്പോൾ ആലോചിക്കുക, എൻ്റെ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ഹോണടി കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ഒരാളും ഞാൻ ഹോണ്ട് ചെയ്യില്ല. അവൻ്റെ ഉള്ളിൽ സ്ട്രെസ് ഹോർമോൺ ഉണ്ടായാൽ ഒരു പക്ഷേ നമ്മുടെയും കൂടി ജീവിതത്തിനെ അത് ബാധിക്കും. നമ്മളിലൂടെ ഒരാൾ അപകടം പറ്റിയിട്ട് നമ്മുടെ അശ്രദ്ധ കൊണ്ട് കയ്യും കാലും ഒടിഞ്ഞു കിടന്നു കഴിഞ്ഞാൽ എന്തൊരു വിഷമം ഉണ്ടാവും. എൻ്റെ ബന്ധുവായിട്ടുള്ളൊരു ഡ്രൈവറായിരുന്നു അദ്ദേഹം ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ഈ ബ്ലൈൻഡ് സ്പോട്ടിൽ പെട്ട ഒരു ചെറുപ്പക്കാരൻ ഈ രണ്ട് ബസ്സുകളുടെ ഇടയിൽ പെട്ട് ഞെരിഞ്ഞമർന്ന് വയർ പൊട്ടി മരിച്ചു.
അന്ന് അദ്ദേഹം ബസ്സിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ്. ആ ബസ് അവിടുന്ന് മാറ്റിയിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അത്രമേൽ അസ്വസ്ഥമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വർഷങ്ങളോളം ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. അത്ര വിഷമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് കുറേ നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന് വാഹനം തന്നെ ഓടിക്കാൻ കഴിഞ്ഞത്. എൻ്റെ സുഹൃത്തെ, നമ്മുടെ കയ്യിൽ നിന്നൊരു അബദ്ധം, ഒരു അശ്രദ്ധ, അല്ലെങ്കിൽ നമ്മുടെ ഈ സ്ട്രെസ് ഹോർമോൺ നമ്മുടെ തലയിൽ സിരയിൽ കയറിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈഗോ ഹർട്ടായിട്ട് ഒരു മനുഷ്യന് എന്തെങ്കിലും പറ്റിയുണ്ടല്ലോ, ജീവനാന്തം നമ്മൾ ദുഃഖിച്ച് വിഷമിച്ച് നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഏറ്റവും ശാന്തമായി, ഏറ്റവും സമാധാനത്തോടെ നമ്മുടെ അച്ഛൻ്റെ കൂടെ, അമ്മയുടെ കൂടെ, ഭാര്യയുടെ കൂടെ, മക്കളുടെ കൂടെ ശാന്തമായി നമുക്ക് വാഹനത്തിൽ സഞ്ചരിക്കാൻ പറ്റും. നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ശാന്തമായിട്ട് വേണമെങ്കിൽ ഒരു മ്യൂസിക്കൊക്കെ ഇട്ട് സൈഡ് തരുന്നവർക്ക് താങ്ക് യു പറഞ്ഞ് കൈ ഉയർത്തി ഗസ്റ്റേഴ്സൊക്കെ കാണിച്ച് കണ്ണിൽ നോക്കി പുഞ്ചിരിച്ച് കാൽനടക്കാരോട് ദയ കാണിച്ച് സീബ്ര ലൈനിൽ അവരുടെ ഉള്ളതാണെന്ന് മനസ്സിലാക്കി റോഡിൽ ആരെയും ഇഗ്നോർ ചെയ്യാതെ, ആരെയും ശല്യം ഉണ്ടാക്കാതെ, പുച്ഛിക്കാതെ, അഹങ്കരിക്കാതെ ഒന്ന് ശ്രമിച്ചു നോക്ക്. അല്ല, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് ഒന്നുകൂടി നമുക്കതിൽ മാറ്റം വരുത്താൻ പറ്റുമെന്ന് നോക്ക്. യാത്ര നമുക്ക് സുഖകരമാക്കി മാറ്റും. അപ്പോഴുണ്ടല്ലോ ഈ വാഹനത്തിൻ്റെ സീറ്റിലിരിക്കുന്ന നമ്മുടെ ഉണ്ടല്ലോ അഭിമാനവും ആത്മവിശ്വാസവും കൂടും. അപ്പം ഈ സീറ്റിൽ ഈ സ്റ്റിയറിംഗ് പിടിക്കുന്ന സമയത്ത് ഒരു പുഞ്ചിരി ഉണ്ടാക്കുക. നമ്മുടെ ഉള്ളിൽ ഹാപ്പി കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കൂടെ വരുന്നവർക്കും സന്തോഷകരമാകും. എനിക്കൊരു അമ്മാവനുണ്ട്. അമ്മാവൻ കാർ ഓടിക്കുമ്പോൾ അമ്മായി കാറിൽ കയറില്ല. മക്കൾ ഡ്രൈവ് ചെയ്യാന്നുണ്ടെങ്കിലാണ് അമ്മായി കാറിൽ കയറുള്ളൂ. കാരണം ഇത് തന്നെ പ്രശ്നം. അമ്മാവൻ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ ടെറിബിൾ എന്നാണ് പറയുക അമ്മായി. അത്രമേൽ പുള്ളിയുടെ ഉള്ളിൽ ഈ സ്ട്രെസ് ഹോർമോൺ ഇടിച്ചു കയറും. ഇത് നമ്മുടെ തെറ്റല്ല കേട്ടോ, ഈ സീറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത്രമേൽ സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു സീറ്റാണിത്. അപ്പോൾ ബോധപൂർവം പുഞ്ചിരിച്ച് മറ്റുള്ളവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നമ്മുടെ ലൈറ്റ് ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, നമ്മുടെ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, നമ്മുടെ കൈ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, നമ്മുടെ ശരീരം തന്നെ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നന്ദി പറഞ്ഞ് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഈഗോനെ കൺട്രോൾ ചെയ്ത് പോകുമ്പോൾ ഈ സീറ്റ് വളരെ റിലാക്സ്ഡ് ആയി യാത്ര സുഖകരമായി നമുക്ക് പറ്റും. അങ്ങനെ ഡ്രൈവ് ചെയ്ത് തിരിച്ചു വരുമ്പോഴേ നിങ്ങൾക്കുണ്ടാകുന്നൊരു കോൺഫിഡൻസ് ഇല്ലേ, ആ കോൺഫിഡൻസ് ഉയർത്താനായിട്ട് ഈ സ്ട്രോക്ക്, റോഡ് സൈക്കോളജിക്കൽ സ്ട്രോക്ക് കൊടുത്തു നോക്ക്. നിങ്ങളുടെ ഡ്രൈവിംഗ് സുന്ദരമായ ഒരു അനുഭവമായിട്ട് മാറും. അതുമാത്രമല്ല, നിങ്ങളുടെ പേഴ്സണാലിറ്റി തന്നെ മാറും. ഞാൻ ആദ്യമായിട്ട് സ്കൂട്ടർ മേടിച്ച സമയത്ത് എൻ്റെ അമ്മൂമ്മയുടെ അനിയത്തിയുടെ ഭർത്താവ് തന്നെ കണ്ടു. അദ്ദേഹം എന്നോട് പറഞ്ഞു, 2 ഉപദേശം തരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വളരെ ചെറുപ്പത്തിലെ അധ്യാപകനായ ആളാണ്. അപ്പോൾ പുള്ളി വളരെ രസത്തോടുകൂടി പറഞ്ഞിട്ടോ, നീ മാഷൊക്കെയാണ്, എന്നാലും ഞാനൊരു ഉപദേശം തരട്ടെ, 2 ഉപദേശം തരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയുന്നത്, അപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ 15 മിനിറ്റ് നേരത്തെ ഇറങ്ങുക. അപ്പോൾ അന്ന് ഞാൻ സ്കൂട്ടർ എടുത്താൽ ഈ സ്കൂട്ടർ ഹറിബറി കാണിക്കില്ല. അന്ന് എനിക്ക് ഇതിൻ്റെ വില മനസ്സിലായിരുന്നില്ല. പക്ഷെ പിന്നീട് കുറേ ദിവസം കഴിയുമ്പോൾ ഇത് മനസ്സിലാക്കി തുടങ്ങി. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത്, എതിരെ വരുന്ന ഡ്രൈവർമാർക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന് ഉറപ്പിക്കുക. മനസ്സിനോട് പറഞ്ഞു, അവർ ചിലപ്പോൾ എന്ത് അലമ്പും കാണിക്കാം, പക്ഷെ നിങ്ങൾ മനസാന്നിധ്യത്തോടെ ഓടിക്കുക. അപ്പോൾ 15 മിനിറ്റ് നേരത്തെ ഇറങ്ങുക. എതിരെ വരുന്ന ആൾക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന് സങ്കല്പിക്കുക, അഥവാ അത്രമേൽ കെയറായിട്ട് ഓടിക്കുക. ഇന്ന് അദ്ദേഹം ഭൂമിയിലില്ല. പക്ഷേ ഇന്ന് ഈ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന സമയത്ത്, ഞാൻ എൻ്റെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ കാര്യം ഓർത്തു വരും. താങ്ക് യു. നിങ്ങൾക്കും ഇതുപോലെ സുന്ദരമായ അനുഭവമായി മാറട്ടെ ഡ്രൈവിംഗ്.